ലോകത്തുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ, മുസ്ലിം സമൂഹത്തിൻ്റെ കണ്ണും കാതും കൽബുമൊക്കെ പരിശുദ്ധമായ മക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അതിഥികളായി ഈ വർഷം പരിശുദ്ധ ഹജ്ജിനു വേണ്ടി തീരുമാനിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ ആ രാജ്യത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞവർ, ഇനിയും തനിക്ക് അവസരം ലഭിക്കുമോ എന്ന് കാത്തിരിക്കുന്നവർ, അങ്ങനെ ഒരുപാട് ആളുകൾ. അള്ളാഹു ഈ വർഷം അവിടെ എത്തിപ്പെടുന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് മക്ബൂലും മബ്റൂറുമായ രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹജ്ജ് എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കുടുംബമുണ്ട്. ഒരാദർശ കുടുംബമാണ്. കേവലം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ പോരാ, മറിച്ചൊരു വാപ്പയും ഉമ്മയും മകനും, 3 പേരും തുല്യതയില്ലാത്ത ത്യാഗങ്ങളുടെ കഥ പറയാനുള്ള, 3 പേരുടെയും ആദർശ ജീവിതത്തിൻ്റെ കഥ പറയുന്ന വലിയൊരു ആദർശ കുടുംബത്തിൻ്റെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഹജ്ജിൻ്റെ ഓരോ രംഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ഹജറ ബീവി റളിയല്ലാഹു അൻഹ, പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഈ 3 പേരുടെ, വാപ്പയുടെ, ഉമ്മയുടെ, മകൻ്റെ ആദർശ ജീവിതമാണ് യഥാർത്ഥത്തിൽ മക്കയിലെ ആദർശ ജീവിതമാണ് യഥാർത്ഥത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും. പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ടോ, എന്തുകൊണ്ടാണ് ഈ ഹജ്ജിൻ്റെ സമയമാകുമ്പോഴേക്കും ഈ കുടുംബത്തെ നമ്മൾ ഓർക്കുകയും എത്ര കാലം പറഞ്ഞാലും മതിവരാത്ത രൂപത്തിൽ ആ ചരിത്രം കേൾക്കാൻ ആഗ്രഹിക്കുകയും എത്ര കാലം കഴിഞ്ഞവർക്കും ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞൊരൊറ്റ വാചകമാണ് അതിനുള്ള മറുപടി. എത്ര കാലം കഴിഞ്ഞാലും കാലപ്പഴക്കം, അല്ലെങ്കിൽ കാലം എത്ര ഏറിയാലും ഒരിക്കലും പഴക്കം തോന്നാത്ത, എന്നും പുതുമയോടുകൂടി നിൽക്കുന്ന ഇബ്രാഹിം ഈ കുടുംബത്തിൻ്റെ ചരിത്രം എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇത്രമാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ആവശ്യപ്പെടുന്നതുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്നാണ്. അള്ളാഹു ചെറിയൊരു വാചകത്തിലൂടെ അള്ളാഹു ആ കാര്യം പറഞ്ഞു. വൈസിബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച റബ്ബ് പല രൂപത്തിലും പരീക്ഷിച്ചു. അള്ളാഹുവിൻ്റെ പല വചനങ്ങളും, കുറച്ചൊന്നല്ല, ഒരുപാട് പരീക്ഷണങ്ങൾ അറിയാലോ. പക്ഷെ എന്നിട്ട് അള്ളാഹു പറഞ്ഞൊരു വാചകമുണ്ട്, ഫഅതമ്മഹുന്ന. എന്തൊക്കെ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ആ പരീക്ഷണത്തിലൊക്കെയും പൂർണ്ണത പ്രാപിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, പരിപൂർണമായും പടച്ച റബ്ബിന് കീഴ്പ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അള്ളാഹു കീഴ്പ്പെടാൻ പറഞ്ഞു, അള്ളാഹുവിനെ അനുസരിക്കാൻ പറഞ്ഞു, എല്ലാ വിഷയത്തിലും ഉടൻ പറഞ്ഞു അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. മറ്റൊരു സ്ഥലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് വൈബ്രാഹിം അല്ലദീ വഫ. അള്ളാഹു ഏൽപ്പിച്ച എല്ലാ കടമകളും, തൻ്റെ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി നിറവേറ്റിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്നതാണ്. വിശുദ്ധ ഖുർആന്റെ വാചകം ഇതാണ്, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിമ വല്ലദീന മഅഹു. തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. ആരാണ് ഒപ്പമുള്ളവർ? പ്രിയപ്പെട്ട ഭാര്യയായ ഹാജറാണ്, പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അവരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം കുടുംബത്തിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ
ആ കുടുംബത്തിൻ്റെ മാതൃക എല്ലാ രംഗങ്ങളിലും ഉണ്ടെങ്കിൽ 2 രൂപത്തിൽ ആ മാതൃകയെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ മാതൃക ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദഅ്വ മാർഗത്തിലാണ്. ഇബ്രാഹിം നബിയുടെ ദഅവത്തിൻ്റെ രീതിയിലാണ് ഒന്നാമത്തെ മാതൃക. രണ്ടാമത്തെ മാതൃക ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അത്രമേൽ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സ്നേഹിച്ച വിഷയത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ മാതൃകയുണ്ട്. ഈ 2 രൂപത്തിലാണ്. ഒന്നാമത്തെ ദഅ്വ മാർഗത്തിലാണെങ്കിൽ, രണ്ടാമത്തത് കുടുംബത്തെ അങ്ങേയറ്റം സ്നേഹിച്ച പ്രവാചകനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ബാബിലോണിലെ ഒരു പട്ടണത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിഗ്രഹാരാധകനായ, വിഗ്രഹ കച്ചവടക്കാരനായ ആസറിൻ്റെ മകനായി ജനിക്കുന്ന രംഗം ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. നാടൊട്ടാക വിഗ്രഹാരാധകരാണ്. വാപ്പയാണെങ്കിൽ ഹോൾസെയിലായും റീറ്റെയിലായും വിഗ്രഹങ്ങളെ കച്ചവടം ചെയ്യുന്ന വിഗ്രഹാരാധകനാണ്, വിഗ്രഹ കച്ചവടക്കാരനാണ്. അങ്ങനെയുള്ളൊരു വീട്ടിൽ, കുടുംബത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു വരികയാണ്. കൂടെയുള്ള കുട്ടികളെല്ലാം, കൂട്ടുകാരെല്ലാം വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടവർ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ നിന്നും വ്യത്യസ്തനാവുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനായി പടച്ച റബ്ബ് തെരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് തൗഹീദ് പ്രഖ്യാപിക്കുകയാണ്. വാപ്പയോട് തൗഹീദ് പറയുന്നുണ്ട്. വാപ്പ പറയുന്ന വാചകം വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇത് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ വീട്ടിൽ നിന്ന് എറിഞ്ഞാട്ടു എന്നാണ്. ആ ചരിത്രമൊക്കെ നമ്മൾ കേട്ടതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചതിന് ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ ആ പ്രവാചകൻ്റെ പിതാവിനോട് ചെന്ന് തൗഹീദ് പറയാണ്. ഒന്നാമതായി തൗഹീദ് പറഞ്ഞത് വാപ്പാനോടാണ്. അതാണ് ഇബ്രാഹിം നബിയുടെ കുടുംബസ്നേഹം. കാരണം കുടുംബത്തോട് തൗഹീദ് പറഞ്ഞാൽ ആ കുടുംബത്തിൽ തൻ്റെ ഏറെ സ്നേഹിക്കേണ്ട വാപ്പ, ഏറെ സ്നേഹിക്കുന്ന കുടുംബം, നാളെ സ്വർഗത്തിലും അവർ തന്നോടൊപ്പം ഉണ്ടാകണം എന്ന് ആ പിതാവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് കുടുംബത്തോട് തൗഹീദ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ആ രംഗം സൂറത്തുൽ മറിയമിലെ ഒരുപാട് ആയത്തുകളിലൂടെയായി ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ മറിയമിലെ 42 മുതൽ 47 വരെ അള്ളാഹു പറയുന്നുണ്ട് ഇബ്രാഹിം നബിയും വാപ്പയും തമ്മിലുള്ള സംസാരം. കണ്ടോ നിങ്ങൾ? അവിടെ വാപ്പയെ വിളിക്കുകയാണ്. ഇത് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഉപ്പയെ വിളിച്ചിട്ട് പറയാണ്, ഉപ്പ നിങ്ങൾ എന്തിനെയാണ് ഈ ആരാധിക്കുന്നത്? ബഹുദൈവാരാധനയുടെ, വിഗ്രഹാരാധനയുടെ നിരർത്ഥകത ഉപ്പയെ ബോധ്യപ്പെടുത്തുകയാണ്. മാ ലാ യസ്മഉ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈആ. ഉപ്പ, ഒന്നുകിൽ നിങ്ങൾ വിളിച്ചാൽ കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തരണം. ഇതൊന്നുമില്ലല്ലോ. ആ വാചകം നോക്ക് നിങ്ങൾ. കേൾക്കാത്ത, കാണാത്ത, നിങ്ങൾ ചെന്ന് നിന്നാൽ, അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്നാൽ നിങ്ങളെ കാണുക പോലുമില്ല. നിങ്ങൾ എന്തിനാ വിളിക്കണത്? എന്തെങ്കിലും ഉപകാരം കിട്ടാനല്ലേ? ഇല്ല, അത് ചെയ്തു തരൂല. എന്തിനാണ് അവയെ ആരാധിക്കുന്നത്? എന്നിട്ട് പറയുന്നൊരു വാചകമുണ്ട്, യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഇനി അഹ്ദിക സിറാതൻ സവിയ്യാ. ഉപ്പ, ഞാനിത് നിങ്ങളോട് പറയണതേ കേവലം എൻ്റെ ഒരു വാക്കായിട്ടല്ല, മറിച്ച് അള്ളാഹുവിങ്കൽ നിന്നുള്ള കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇൽമിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലെന്നെ, അതുകൊണ്ട് ഫത്തബിഇനി, നിങ്ങൾ എന്നെ പിൻപറ്റിക്കോ, ഞാൻ പറഞ്ഞതനുസരിച്ചോ, എങ്കിൽ അഹ്ദിക സിറാതൻ സവിയ്യാ, നേരായ മാർഗത്തിലൂടെ ഉപ്പയെ ഞാൻ വഴി നടത്താം. യാ അബതി ലാ തഅബുദിശ് ശൈത്വാൻ ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസിയ്യാ. ഉപ്പ, നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുത്, ശൈത്താൻ്റെ പിന്നാലെ പോകരുത്. തീർച്ചയായും പിശാച് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചവനാണ്. എന്ന് പറഞ്ഞാൽ ബഹുദൈവാരാധന, ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് പിശാചിനോടുള്ള അനുസരണമാണ്, അള്ളാഹുവിനെ ധിക്കരിക്കലാണ്. അതുകൊണ്ട് ഉപ്പ, യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അസാബും മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്വാനി വലിയാ. നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾക്ക് വലിയ ശിക്ഷ വരുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ ശൈത്താൻ്റെ വലിയായി മാറും. അതുകൊണ്ട് ഉപ്പ, ഇത് അവസാനിപ്പിക്കണം. കണ്ടോ നിങ്ങൾ? ഇതാണ് കുടുംബസ്നേഹമെന്ന് ഞാൻ പറഞ്ഞത്. അതല്ലാതെ സ്വാഭാവികമായും ഇന്ന് കാണുന്ന കുടുംബസ്നേഹങ്ങളൊക്കെ ഉണ്ടല്ലോ. വാപ്പ മക്കളെ സ്നേഹിക്കുന്നുണ്ട്, മക്കൾ വാപ്പമാരെ സ്നേഹിക്കുന്നുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമൊക്കെ സ്നേഹിക്കുന്നുണ്ടാകും.
പക്ഷേ ആ ഒരു സ്നേഹത്തേക്കാളപ്പുറം ഇസ്ലാം പറയുന്ന കുടുംബസ്നേഹം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയില്ലേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅ്യുൻ. അവിടെ വെച്ച് അവസാനിപ്പിച്ചില്ല ആ പ്രാർത്ഥന. എന്താണ് ബാക്കി? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആദ്യത്തെ പ്രാർത്ഥനയുടെ ബാക്കിയാണ് രണ്ടാമത്തത്, അതിനോട് ചേർന്നിട്ടാണ്. നോക്കുങ്ങൾ, അള്ളാഹുവേ എൻ്റെ മക്കളിലും എൻ്റെ ഇണകളിലും കണ്ണിന് കുളിർമ തരണേന്നാണ്, മനസ്സിന് സമാധാനം തരണേന്നാണ്. എന്താണത്? അത് രണ്ട് ലോകത്തുമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു മനുഷ്യൻ ഈ ലോകത്തോട് യാത്രയാകുമ്പോൾ അയാൾക്ക് ബാക്കിയാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ ഒന്നെന്താണ്? വവലദുൻ സ്വാലിഹു യദ്ഉ ലഹു. ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ. ഇന്നത്തെ ഖുത്ബയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, മാതാപിതാക്കളോടുള്ള ബാധ്യത നമ്മൾ മനസ്സിലാക്കണം. ആ വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ അതാണ് കുടുംബസ്നേഹം. അതല്ലാതെ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ ഭൗതികമായ ഉയർച്ചകളും ദറജകളും ലഭിക്കുമ്പോൾ അതൊക്കെ ഒരു വാപ്പക്കുമ്മക്ക് സന്തോഷമാണ്. നമ്മുടെ മക്കൾക്ക് അവർക്ക് ഇന്ന ഗ്രേഡ് ലഭിച്ചു, അവർ ഇന്ന ഉയരത്തിലെത്തി, അവർ ഇന്ന ദറജയിലെത്തി എന്ന് കേൾക്കുമ്പോൾ ഏതൊരു വാപ്പാക്കുമ്മാക്കും ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ ദുനിയാവിലെ അലങ്കാരങ്ങളാണ്. പക്ഷേ ആ സന്തോഷത്തേക്കാൾ ഉമ്മക്കും ഉപ്പക്കും നൽകുന്ന സന്തോഷം, കൺകുളിർമ നൽകുന്നത്, താൻ ഏതൊരു ആദർശത്തിലാണോ വിശ്വസിക്കുന്നത്, താൻ ഏതൊരു പടച്ച റബ്ബിലാണോ വിശ്വസിക്കുന്നത്, ആ റബ്ബിനെ അനുസരിച്ച് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഭാര്യയും മക്കളും ഭർത്താവും. അതാണ് അതിൻ്റെ ബാക്കി. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആ മുത്തഖീങ്ങൾക്ക് ഏറ്റവും മുന്നിൽ നിൽക്കാൻ പടച്ച റബ്ബേ ഞങ്ങളെ നീ യോഗ്യരാക്കണേ എന്നാണ് ആ പ്രാർത്ഥന. അതാണ് കുടുംബസ്നേഹം എന്ന് പറഞ്ഞാൽ. നാളെ പരലോകത്ത് നമ്മുടെ കുടുംബം നമ്മളെ കൂടെ ഉണ്ടാകണം. അതാണ് ഖുർആൻ പറഞ്ഞത്, നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. പരലോകത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ലല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോ കുടുംബത്തെയും മക്കളെയൊക്കെ. നിങ്ങളെ കണ്ടോ, നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിച്ച് ഇങ്ങോട്ട് വരും, കുടുംബത്തോടും മിണ്ടൂല, മക്കളോടും മിണ്ടൂല, കൂട്ടുകാരോടും മിണ്ടൂല, സുഹൃത്തുക്കളോടും മിണ്ടൂല. അത് പറ്റൂല. നമുക്ക് തൗഹീദൊക്കെ ഉണ്ട്, ഞാൻ ആരോടും പറയില്ല, അത് പറ്റൂല. സ്നേഹം യഥാർത്ഥത്തിൽ പരലോകത്ത്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നാളെ പരലോകത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്ന വലിയ ഭാഗ്യവാന്മാരിൽ ഒരു വിഭാഗം എന്നറിയോ? അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നവർ, അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്നവർ. ഇബ്രാഹിം നബിയുടെ ജീവിതം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അതാണ്. ഉപ്പാനോട് തൗഹീദ് പറഞ്ഞു, ഉപ്പ നിങ്ങൾ അവസാനിപ്പിക്കണം. ഉടൻ വാപ്പ പറഞ്ഞൊരു മറുപടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വാപ്പ മറുപടി പറയാണ്, ഖാല അറാഗിബുൻ അൻത അൻ ആലിഹത്തി യാ ഇബ്രാഹിം. അവസാനിപ്പിച്ചോ ഇബ്രാഹിം, നീ എന്നോട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹാരാധന അവസാനിപ്പിക്കണമെന്നല്ലേ നീ പറയണത്? എനിക്ക് നിന്നോട് പറയാനുള്ളത്, അറാഗിബുൻ അൻത അൻ ആലിഹത്തി യാ ഇബ്രാഹിം, എൻ്റെ വിഗ്രഹങ്ങളെ ചീത്ത പറയുന്ന, അതിനെ എതിർക്കുന്ന പരിപാടി നീ അവസാനിപ്പിക്കണം. ഇല്ല എങ്കിൽ ഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നിന്നെ ഞാൻ എറിഞ്ഞാട്ടും. കേവലം പുറത്താക്കലല്ല കേട്ടോ, അവിടെ പ്രയോഗിച്ച പദം എന്താണ്? ലഅർജുമന്നക. റജ്മ് എന്ന പദങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്തിനാ റജ്മ്? കണ്ടാ, ആട്ടിപ്പായിക്കാന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലണം. ആ രൂപത്തിലാ ഈ നാട്ടീനെ ഓടിക്കും. ആരാ? ഈ വാപ്പുണ്ടാവും നിന്നെ ആദ്യം ഓടിക്കാൻ. നാട്ടുകാരെന്നിട്ടല്ലേ നിന്നെ ഓടിക്കുന്നതിൽ ആദ്യം ആരായിരിക്കും? ഈ വാപ്പായിരിക്കും. അല്ലാത്തൊരു വാക്കാണ്. സ്വാഭാവികമായിട്ടും മകൻ പതറിപ്പോകുന്ന രംഗമായിരിക്കും അത്. കാരണം വാപ്പയാണ് എതിർക്കുന്നത്, വീട്ടിൽ നിന്നാണ് പുറത്താക്കുന്നത്. എവിടേക്കാ പോകാ അറിയില്ല. ആ സമയത്ത് മകൻ പറഞ്ഞ മറുപടി, കാല സലാമുൻ അലൈക്ക്, ഉപ്പ അങ്ങക്ക് സലാം. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് അവസാനിപ്പിക്കൂല, ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉപ്പ നിങ്ങൾക്ക് സലാം. സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഖഫിയാ. നാളെ പരലോകത്ത് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിട്ട് പുറത്തിറങ്ങുക. നേരത്തെ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ വലിയ മാതൃകയുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഖുർആൻ പറയാണ്, ഇല്ലാ ഖൗല ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് മാതൃകയാണെങ്കിൽ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് മാതൃകയില്ല. ഏതാണ് ആ വിഷയം? ലി അബീഹി, വാപ്പയോട് ഇബ്രാഹിം നബി പറഞ്ഞ ഒരു വിഷയം ഉണ്ടല്ലോ. ഏതാ വിഷയം? ല അസ്തഗ്ഫിറന്ന ലക്,
ഉപ്പ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യാം. ഇബ്രാഹിം എന്ന മകൻ ആസർ എന്ന വാപ്പയോട് പറയുന്നൊരു വാചകമുണ്ട്, വാപ്പ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മകൻ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല എന്നല്ല, മകൻ വാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല എന്നല്ല. വാപ്പ മുശ്രിക്കായിട്ടാണ് മരണപ്പെട്ടു പോയത്, വാപ്പ മുസ്ലിം അല്ലാതെയാണ് മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് മുസ്ലിം അല്ലാതെ മുശ്രിക്കായി മരണപ്പെട്ടു പോയ വാപ്പാക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല, പൊറുക്കലിനെ ചോദിക്കാൻ പാടില്ല. കണ്ടോ, നമ്മൾ സാധാരണ ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഒരു അമുസ്ലിം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നാ ഇല്ലാഹി ചെല്ലാൻ പറ്റുമോ? ചൊല്ലാൻ പറ്റുമോ? ചൊല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, അയൽവാസിയായിരിക്കാം. ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ മരണപ്പെട്ടു എന്ന് കേട്ടാൽ നമ്മൾ സാധാരണ മുസ്ലിമിന് ചെല്ലുന്നത് പോലെ ചെല്ലണമെന്നില്ല. എന്നാൽ നമ്മുടെ ഏറ്റവും അടുത്ത ആൾ, എന്നും കാണുന്ന ഒരാൾ, അങ്ങനെ പരിചയമുള്ള ഒരാൾ മരണപ്പെടുമ്പോൾ അത് ഏതൊരു മനുഷ്യനായാലും നമ്മുടെ മനസ്സിൽ വേദന ഉണ്ടാവുമല്ലോ. ആ വേദനകൾ വരുമ്പോൾ ഇന്നാ ലില്ലാഹി ചെല്ലാം. അത് മരണപ്പെട്ടു എന്ന് കേട്ടാൽ മാത്രമല്ല, ഏതൊരു അപകട വാർത്ത കേട്ടാലും എന്ത് പറയണം? പക്ഷെ നമ്മൾ ഇന്നാ ലില്ലാഹി എങ്ങനെ അറിഞ്ഞാൽ ഉടൻ ചോദിക്കും ആൾ മരിച്ചു എന്ന് ചോദിക്കും, അല്ലേ? അപകട വാർത്ത കേട്ടാൽ ചൊല്ലേണ്ടതാണ്. ഖുർആൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ശരി, പക്ഷേ ഒരു അമുസ്ലിം മരണപ്പെട്ട്, മുസ്ലിം അല്ലാത്ത ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് മരണശേഷം അയാളുടെ പരലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. ചില ആളുകളൊക്കെ അടിയിലെഴുതി നിത്യശാന്തി നേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലേ? മുസ്ലിമിനെ സംബന്ധിച്ചോളം അത് വർഗീയത ഒന്നുമല്ല. കാരണം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കീഴ്പ്പെട്ട് പരിപൂർണമായി മുസ്ലിമായി ജീവിച്ചാൽ മാത്രമാണ് പരലോകത്ത് അവന് രക്ഷയുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒരു പ്രവാചകന് പോലും പാടില്ല എന്നാണ്. വിശ്വാസികൾക്കും പ്രവാചകന്മാർക്കും പാടില്ല തന്നെ മുശ്രിക്കീങ്ങളായി മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രാർത്ഥിക്കാം, അള്ളാഹുവേ അവർക്ക് നീ ഹിദായത്ത് നൽകണേ, അള്ളാഹുവേ അവരുടെ രോഗം മാറ്റി കൊടുക്കണേ, അവരുടെ പ്രയാസം, അതൊക്കെ പ്രാർത്ഥിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ പരലോക ജീവിത വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. എന്നിട്ട് അള്ളാഹ് പറയാണ്, വലൗകാനൂലി ഖുർബാ, അവർ നിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായാലും ശരി, അവർ നരകത്തിൻ്റെ അവകാശിയാണെന്ന് മുശ്രിക്കാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്, ഇബ്രാഹിം നബി വാപ്പയോട് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇബ്രാഹിം നബി പരലോകത്ത് വെച്ച് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ എൻ്റെ വാപ്പാക്ക് വേണ്ടി ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്തോട്ടെ എന്ന്. അങ്ങനെ ചോദിക്കാൻ അള്ളാഹു ആ സമയത്ത് ഒരു അനുവാദം കൊടുക്കുന്നില്ല, അത് വേറൊരു വിഷയം. പക്ഷേ അങ്ങനെ പറയാനുള്ള കാരണം, വമാകാന ഇസ്തിഗ്ഫാറു ലി അബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിന് വേണ്ടി പരലോകത്ത് വെച്ച് അള്ളാഹുവോട് പാപമോചനം തേടി നോക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുവാനുള്ള കാരണം, ഉപ്പയോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹ് തബറഅ മിൻഹു ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം. ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ പ്രത്യക്ഷ ശത്രുവാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ വാഗ്ദാനം മാറ്റിവെക്കുകയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനെ കൈയൊഴിയുകയും ചെയ്തുവെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതുകൊണ്ടാണ് ഇബ്രാഹിം നബി വാപ്പയോട് ആദ്യം പോയി തൗഹീദ് പറഞ്ഞത്. ഈ വാപ്പ പരലോകത്തിൻ്റെ കൂടെ ഉണ്ടാവണം സ്വർഗത്തിൽ. ഖലീലുള്ളയല്ലേ, അള്ളാഹുവിൻ്റെ ചങ്ങാതി എന്ന് ഇസ്ലാം പഠിപ്പിച്ച 2 പ്രവാചകന്മാരേ ഉള്ളൂ. അതിലൊന്നാരാ? ഇബ്രാഹിം നബി. രണ്ടാമത്തേതാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഖുർആനിലൂടെയാണ് ഇബ്രാഹിം നബിയെ പറഞ്ഞതെങ്കിൽ മറ്റൊന്ന് ഹദീസിലൂടെ പഠിപ്പിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്. നമ്മൾ മനസ്സിലാക്കണം, ഇബ്രാഹിം നബിയുടെ പിതാവ് നാളെ പരലോകത്ത് വരും. ആ രംഗം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്രാഹിം നബിയുടെ പിതാവിൻ്റെ അവസ്ഥ വിശദീകരിക്കുന്നുണ്ട്. യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പിതാവായ ആസറിനെ കാണും. ആ സമയത്ത് വഅലാ വജിഹി ആസറ ഖതറത്തുൻ വഗബറത്തുൻ. ആസറിൻ്റെ മുഖത്ത് ഭയങ്കര പൊടിപടലങ്ങളൊക്കെ പിടിച്ച് ആകെ ഒരു വികൃതമായ രൂപത്തിലായിരിക്കും. ആസർ പിതാവിൻ്റെ മുഖത്ത് ഇങ്ങനെ കാണുമ്പോൾ ഇബ്രാഹിം നബി വാപ്പാനോട് ചോദിക്കും, അലം അക്കുല്ലക ലാ തഅസ്വിനി. ഉപ്പ, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നെ അനുസരിക്കണം, എന്നോട് അനുസരണക്കേട് കാണിക്കരുതെന്ന്.
ആ സമയത്ത് ഉപ്പ പറയുകയാണ്, ഫയഖൂലു അബൂ ഫൽയൗമ ലാ അഅ്സീക്, ഇല്ല മോനെ, ഇന്ന് നിന്നോട് അനുസരണക്കേട് കാണിക്കുകയില്ല, നീ എന്ത് പറഞ്ഞാലും ഈ ഉപ്പ ഇന്ന് അനുസരിക്കുക തന്നെ ചെയ്യും. അത് കേൾക്കുമ്പോൾ ഒരു മോനാണല്ലോ, ആ മോൻ അള്ളാഹുവോട് ചോദിക്കും, യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബ്അസൂൻ, അള്ളാഹുവേ, നീ എന്നോട് ഒരു വാഗ്ദത്തം നൽകിയിട്ടില്ലേ, ഖിയാമത്ത് നാളിൽ എന്നെ അപമാനിക്കുകയില്ല എന്ന്. ഫഅയ്യു ഖിസിയിൻ അഖ്സാ മിൻ അബിൽ അബഅദ്, എൻ്റെ വാപ്പ നരകത്തിലേക്ക് പോകുന്നതിനേക്കാളും വലിയ അപമാനം പിന്നെ എന്തായിരിക്കും എന്നുള്ളത്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ മറുപടി, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, ഇബ്രാഹിം, കാഫിറുകൾക്ക് സ്വർഗം ഹറാമാണ്, നിഷിദ്ധമാണ്. കണ്ടോ, നീ പേടിക്കണ്ട, അത് കാഫിറായതുകൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു വിളിക്കുകയാണ്, യാ ഇബ്രാഹിം മാ തഹ്ത റിജ്ലൈക്, നിന്റെ കാൽ കീഴിൽ എന്താണെന്ന് നോക്ക്, കാൽപാദത്തിലേക്കൊന്ന് നോക്ക്. ഫയൻദുർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ കാൽ കീഴിലേക്കൊന്ന് നോക്കുകയാണ്. അവിടെ ഇദാ ഫഇദാ ഹുവ ബിദീഹിൻ മുൽതതി ഫയുഖദു ബിഖവാഇമിഹി ഫയുൽകാ ഫിന്നാർ, ഒരു നികൃഷ്ട ജീവിയുടെ രൂപത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവത ആ പൊടിയിൽ കിടന്നുരുളുകയാണ്. ഒരു നികൃഷ്ട ജീവിയുടെ രൂപമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കി നിൽക്കെ അള്ളാഹുവിൻ്റെ മാലാഖമാരോട് റബ്ബ് കൽപ്പിക്കുകയാണ്, അതിനെ നരകത്തിലേക്ക് വലിച്ചെറിയണം. ഇബ്രാഹിം നബിയുടെ മുന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? നരകത്തിലേക്ക് വലിച്ചെറിയും. ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നാലോചിച്ച് നോക്കുങ്ങൾ. ഇതുകൊണ്ടാണ് ഇബ്രാഹിം നബി വാപ്പയോട് ആദ്യമായി തൗഹീദ് പറഞ്ഞത്. ഇത് ഇബ്രാഹിം നബി മാത്രമല്ല, ലോകത്ത് കടന്നു വന്ന എല്ലാ അമ്പിയാക്കന്മാരും ആദ്യമായി ലോകത്തോട് പറഞ്ഞത് ശിർക്കിനെതിരെ തൗഹീദിൻ്റെ വിഷയത്തിലാണ്. തൗഹീദാണ്. എന്തുകൊണ്ടാണ്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഒരൽപ്പം പിഴച്ചു പോയാൽ മതി. തൗഹീദിലെങ്ങാനും ഒരൽപ്പം പിഴവ് വന്നാൽ പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല. പിന്നെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, പിന്നെ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ചോദിക്കൂലേ, നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും തൗഹീദ് തന്നെ പറയാനുള്ളൂ, 100 കൊല്ലമായി നിങ്ങൾ എന്നിട്ട് ഇപ്പോഴും തൗഹീദ് തന്നെ അല്ലേ? 100 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുന്ന വർത്താനങ്ങൾ എന്താ? ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിനെ നിയന്ത്രിക്കുന്നതാരാ? മടവൂർ ഔലിയ. 100 കൊല്ലമായിട്ടും ഇപ്പോഴും അത് നിർത്തിയിട്ടില്ലല്ലോ. ട്രെയിനുകളെ നിയന്ത്രിക്കുന്നതാരാ? ഇവരാണ്. സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകളെ നിയന്ത്രിക്കുന്ന, എന്തിനേറെ ലോകത്തെ നിയന്ത്രിക്കുന്നതാരാ? അല്ലേ? പിന്നെന്താ? ഞങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടോന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ക്ലിപ്പ്. നമ്മുടെ ഒമാൻ എയർപോർട്ടിൽ CM അടൂർ വന്നു എന്നാണ്. ഒമാൻ എയർപോർട്ടിൽ നാട്ടിൽ നിന്നൊരു പിരിവിനൊരു ഉസ്താദ് തന്നെ ഇവിടെ. മുപ്പര് നാട്ടിൽ പോയിട്ട് പച്ചക്ക് പ്രസംഗിക്കാം. പണ്ടൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. കുറേ മുമ്പ് KM ഷാജിയുടെ ഒരു പ്രസംഗം, വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വന്നപ്പോൾ, മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രഭാഷകനാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം കേട്ട് ഇങ്ങനെ അതിലൊരു വാചകം ഇങ്ങനെ പലപ്പോഴും മനസ്സിലേക്ക് വരാറുണ്ട്. ഇങ്ങനെ പറയാറുണ്ട്, അവർ എതിർ പാർട്ടിയാണല്ലോ LD കമ്മ്യൂണിസ്റ്റ് പാർട്ടി. രാഷ്ട്രീയം പറയല്ലോ കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു വാചകം പറഞ്ഞതാണ്. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഷാജി ഒരു ഡയലോഗ് പറഞ്ഞതാണ്. നിങ്ങളിങ്ങനെ പറയും, പണ്ട് ഇങ്ങനെ പറയാം, ചൈനയിലേക്ക് നോക്കൂ, റഷ്യയിലേക്ക് നോക്കൂ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ആളുകളൊക്കെ വിചാരിക്കും അതൊക്കെ ശരിയാണ്, അവിടെ ഒക്കെ ഇങ്ങനെ ആയിരിക്കും. ഇന്ന് ചൈനയിലേക്ക് നോക്കൂ, റഷ്യയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ മൊബൈൽ എടുക്കും, എന്നിട്ട് അതീ കുത്തും. അപ്പോൾ അവർക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ മുസ്ലിയാക്കന്മാർക്കും ഉസ്താദുമാർക്കും പണ്ഡിതന്മാർക്കും ജനങ്ങളെ ഇതുപോലെ പൊട്ടത്തരങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് പറ്റിക്കായിരുന്നു. പക്ഷെ ഇന്ന് ഏതെങ്കിലും മനുഷ്യന്മാർ വിശ്വസിക്കുമോ? എന്നിട്ടും ഇന്നത്തെ കൗമിൻ്റെ മുന്നിൽ പോയി പച്ചയായി പറയാണ്, ഞാൻ ഒമാൻ എയർപോർട്ടിൽ വന്നു, അവിടെ ചെന്ന് നോക്കുമ്പോൾ തിരിച്ചു പോകാൻ എൻ്റെ പാസ്പോർട്ട് പ്രശ്നം, എമിഗ്രേഷനിൽ നിന്നിട്ട് വയർക്കാണ് ഞാൻ. ആ സമയത്ത് ഞാൻ ഉടൻ തന്നെ 10 ഫാത്തിഹ അങ്ങോട്ട് പാർസലയച്ചു. എവിടേക്ക്? കോഴിക്കോട്ടേക്ക് പാർസലയച്ചു. ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് മടവൂരിനോട് സഹായം തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ രൂപത്തിലേക്ക് വന്നു, എൻ്റെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് എൻ്റെ കൈ പിടിച്ചു, എന്നോടൊന്നും ചോദിക്കണില്ല, എൻ്റെ കൈ പിടിച്ചു, നേരെ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഫ്ലൈറ്റ് കയറിനോടത്തിരുത്തിയെന്ന്. ആലോചിച്ച് നോക്കിയാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അത്? ഞാൻ പറഞ്ഞത് 100 കൊല്ലമായിട്ടും തൗഹീദ് പറയൽ അവസാനിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഇതാണ്. 100,000 കൊല്ലം വന്നാലും അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ, കാലങ്ങൾക്ക് ശേഷം കടന്നു വന്ന പ്രവാചകന്മാർ
ഓരോ സമുദായത്തിലേക്കും സമൂഹത്തിലേക്കും കടന്നു വന്ന പ്രവാചകന്മാർ, അവർക്കിടയിൽ വ്യത്യസ്തമായ തിന്മകൾ നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിലേക്കും സമൂഹത്തിലേക്കും കടന്നു വന്ന പ്രവാചകന്മാർ ആ വ്യത്യസ്തമായ തിന്മകളെ എതിർക്കുന്നതോടൊപ്പം അതിൻ്റെ മുന്നിൽ ആദ്യമായി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആയിഷ ബീബി പറയുന്നില്ലേ, അള്ളാഹുവിൻ്റെ പ്രവാചകനെങ്ങാനും ഞങ്ങളോട് ആദ്യമായി പറഞ്ഞത് കള്ളു കുടിക്കരുത് എന്നായിരുന്നുവെങ്കിൽ, ഞങ്ങളോട് വ്യഭിചരിക്കരുത് എന്നായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സമൂഹം കള്ളുകുടി അവസാനിപ്പിക്കില്ലായിരുന്നു, ഞങ്ങളുടെ സമൂഹം വ്യഭിചാരം അവസാനിപ്പിക്കില്ലായിരുന്നു. മറിച്ച് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ആദ്യമായി ഞങ്ങളോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന വാക്കാണ്. നിങ്ങൾ വിജയിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ഇതാണ് നമുക്കും പറയാനുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാർഗം അതാണ്. അതല്ല ഇതെങ്ങാനും മൂടി വെക്കാനാണ് തീരുമാനമെങ്കിൽ, ദുനിയാവിലെ ഏതെങ്കിലും ലാഭങ്ങളെക്കുറിച്ചോർത്ത്, ദുനിയാവിലെ എന്തെങ്കിലും നഷ്ടങ്ങളെക്കുറിച്ചോർത്ത് ഈ തൗഹീദ് പറയുന്ന വിഷയം മൂടി വെക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്, അല്ലാഹുവിൻ്റെ ഖുർആനിൽ അവതരിപ്പിച്ച ഈ സത്യസന്ധമായ കാര്യം, ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യം, ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യം, തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യം, ഇതെങ്ങാനും മൂടി വെക്കാനാണ് തീരുമാനമെങ്കിൽ ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇലൂൻ, അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകും, ശപിക്കുന്നവരൊക്കെയും നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും തൗഹീദ് പറഞ്ഞത്. ഇബ്രാഹിം നബിയും അതുകൊണ്ടാണ് തൗഹീദ് പറഞ്ഞത്. തൗഹീദിലുള്ള ഒരു ജീവിതമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ടാണ് പറഞ്ഞത് അനിത്തബഇ മില്ലത ഇബ്രാഹിം. മുഹമ്മദ് നബിയോട് പറഞ്ഞതാണ്, നീ പിൻപറ്റേണ്ടതും മില്ലത്ത് ഇബ്രാഹിമാണ്. ഇബ്രാഹിമി മില്ലത്താണ് നമ്മൾ പിൻപറ്റേണ്ടത്. ഇബ്രാഹിമി മാർഗമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പിൻപറ്റാൻ ആവശ്യപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കണം, ഇത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇബ്രാഹിം നബിയുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഹാജറിൽ നമുക്ക് മാതൃകയുണ്ട്. ഒരാദർശ കുടുംബമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ റബ്ബന ഹബ് ലനാ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയത്. ഏതൊരു ഉപ്പയും ഉമ്മയും മോനും ആഗ്രഹിക്കുന്ന കുടുംബമായിരുന്നു അത്, ആദർശ കുടുംബമായിരുന്നു അത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് ഷാമിലേക്ക് പോകുന്നുണ്ട്, ഷാമിൽ നിന്ന് സിറിയയിലേക്ക് പോകുന്നുണ്ട്, സിറിയയിൽ നിന്ന് പിന്നീടാണ് ഇബ്രാഹിം നബി മക്കയിലേക്ക് വരുന്നത്. സിറിയ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം കൊണ്ടും ഫലഭൂയിഷ്ടമായ മണ്ണായിരുന്നു, ദഅവത്തിന് വളക്കൂറുള്ള മണ്ണായിരുന്നു, എല്ലാ ഫലങ്ങളും കിട്ടുന്ന മണ്ണായിരുന്നു, എല്ലാ രൂപത്തിലും ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മണ്ണായിരുന്നു സിറിയ കാലഘട്ടത്തിൽ. പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ കുഞ്ഞിനെയും തൻ്റെ മകനെയും തൻ്റെ ഭാര്യയെയും ആ മക്കയുടെ വിജനമായ പ്രദേശത്ത് കൊണ്ടുവന്നാക്കി തിരിച്ചു പോകണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. കിലോമീറ്ററുകളോളം ഇബ്രാഹിം നബി നടന്നു തൻ്റെ ഭാര്യയും മകനുമായി. മകനാകട്ടെ മുലപ്പാല് കുടിക്കുന്ന പ്രായം. മക്കയിലെത്തി ജബൽ ഖുബൈസിൻ്റെ അടുത്തെത്തി. ജബൽ ഖുബൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. പിന്നെ മക്കയുടെ കഅബയുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാ മലകളും ഇന്ന് അവിടുത്തെ വികസനത്തിൻ്റെ ഭാഗമായി എല്ലാം ഇടിച്ചു നിരത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു മല മാത്രം, ഒരു പർവ്വതം മാത്രം ഇന്ന് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഏതാണെന്നറിയത്? അതിന് തൊട്ടടുത്ത് പിന്നെ നമ്മൾ പറയാറില്ല, രാജാക്കന്മാരുടെ കൊട്ടാരം എന്നൊക്കെ പറയാറില്ലേ, ആ ഇമാമുമാരൊക്കെ ഇങ്ങനെ നടന്ന് നിസ്കരിക്കാൻ സമയത്ത് അവരുടെ റൂമുകളൊക്കെ ഉള്ള ആ മസ്ജിദുൽ ഹറമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിംഗ് ഇല്ലേ, ഒരു കൊട്ടാരമില്ലേ, പാലസില്ലേ, അതാ ജബൽ ഖുബൈസിൻ്റെ മേലെയാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഭാര്യയായ ഹാജറിനെയും അതേപോലെ തന്നെ മകനെയും കൊണ്ടുവന്ന് നിർത്തുന്നത്. തിരിച്ചു പോവുകയാണ് ഇബ്രാഹിം. ഒരൽപ്പം തോൽ സഞ്ചിയിൽ വെള്ളമുണ്ട്, കാരക്കയുമുണ്ട്, അതുകൊടുത്ത് തിരിച്ചു പോവാൻ. കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോഴേക്കും അവിടെ എത്തുന്നതുവരെ ഹാജറിനോട് പറഞ്ഞിട്ടില്ല, അവിടെ കൊണ്ടുവന്നാക്കി ഞാൻ തിരിച്ചു പോരുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ കൊണ്ടുവന്നാക്കി തിരിച്ചു പോവുകയാണ്. ഒരൽപ്പം നീങ്ങിയപ്പോൾ ഏതൊരു പെണ്ണും പതറിപ്പോകും. തൻ്റെ കയ്യിലുള്ളത് മുലപ്പാല് കുടിക്കുന്ന ചെറിയ മോനാണ്. ഹാജർ ചോദിച്ചു, അല്ലാഹുവിൻ്റെ പ്രവാചകനായ ഖലീലുള്ളയോട് ചോദിച്ചു, യാ ഇബ്രാഹിം ഐന തദ്ഹബു യാ ഇബ്രാഹിം, എവിടേക്കാ പോകുന്നത്? ഇവിടെയൊരു വെള്ളമില്ല, ചെറിയൊരു മരമുണ്ട് എന്ന് ചില റിപ്പോർട്ടിൽ കാണുന്നു. അതല്ലാതെ തണൽ നൽകാൻ മറ്റൊരു മാർഗവുമില്ല. അവിടെ വാദിയില്ല, മനുഷ്യന്മാരില്ല, സഹായിക്കാൻ ആരുമില്ലാത്ത ഈ സ്ഥലത്ത്
എന്നെയും എൻ്റെ മകനെയും തനിച്ചാക്കി നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ആലോചിച്ച് നോക്കൂ. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുണ്ടെങ്കിൽ പോലും കയ്യിൽ നിന്ന് വിട്ട ബേജാറല്ലേ? തിരിച്ചു കിട്ടാൻ മാർഗങ്ങളും തിരിച്ചറിയാൻ അടയാളങ്ങളും അതേപോലെ തന്നെ പരസ്പരം ബന്ധപ്പെടാനുള്ള മാർഗങ്ങളുണ്ടായിട്ടും അവിടെ പോയി ഒന്ന് കൈവിട്ടാൽ, അവിടെ നിന്നല്ല എവിടെ പോയാലും കൈയൊന്ന് വിട്ടാൽ പേടിയല്ലേ? അവിടെ ആരുമില്ല, ഒന്നുമില്ല. നമുക്കൊരു പക്ഷേ പിന്നീട് അതിൻ്റെ ക്ലൈമാക്സ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രം കേൾക്കുമ്പോഴും നമുക്ക് വലിയ അത്ഭുതം തോന്നാത്തത്. ഇബ്രാഹിം നബിയെ തീയിലേക്ക് എറിഞ്ഞുവെന്ന് പറയുമ്പോഴും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്തേ കാരണം? നമ്മൾ പിന്നെ 1-ാം ക്ലാസ്സിൽ തന്നെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, അള്ളാഹു ആ തീ എന്താക്കിയിട്ടുണ്ട്, തണുപ്പാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് നേരത്തെ അറിയും. അതുകൊണ്ട് വലിയ പ്രശ്നം, ഒരു അത്ഭുതമൊന്നും തോന്നില്ല. എന്നാൽ ഇബ്രാഹിം നബിക്കറിയോ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയോ, തൻ്റെ ഭാര്യയെയും മകനെയും തനിച്ചാക്കി തിരിച്ചു പോവുകയാണ്. ഇനി എന്ന് വരാൻ കഴിയും അറിയില്ല. ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അതുമില്ല. അങ്ങനെ ഒരൽപ്പം നീങ്ങിയപ്പോൾ ഹാജറ ബീവി ചോദിച്ചു, യാ ഇബ്രാഹിം അയ്ന തദ്ഹബ്, എവിടേക്കാണ് പോകുന്നത്? ആവർത്തിച്ച് ചോദിച്ചിട്ടും ഇബ്രാഹിം നബി മറുപടി പറയുന്നില്ല. അവസാനം ഇബ്രാഹിം നബിയോട് ഒരു ചോദ്യം വരുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാസ, അല്ലാഹ് പറഞ്ഞിട്ടാണോ ഇബ്രാഹിം? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, നഅം, അല്ലാഹ് പറഞ്ഞിട്ടാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഹാജറായി പറഞ്ഞൊരു മറുപടിയുണ്ട്, റളീതു ബില്ലാഹ് ഇദല്ല യുളയ്യഉനല്ലാഹ്, റളീതു ബില്ലാഹ്, അള്ളാഹു ഞങ്ങളെ സഹായിച്ചോളും. ഞാൻ റബ്ബിൽ പരിപൂർണമായും സംതൃപ്തയാണ്. ഞാൻ റബ്ബിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റബ്ബ് പറഞ്ഞിട്ടാണോ എങ്കിൽ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ റബ്ബ് ഞങ്ങളെ കൈവിടുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് താങ്കൾ ധൈര്യമായി പോയിക്കോ. നോക്കൂ നിങ്ങൾ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരാദർശ വനിതയായിരുന്നു ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. ഒരാദർശ കുടുംബത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ഇതൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ ആ വിജനമായ പ്രദേശത്ത് വെച്ച് നിങ്ങൾ പോയിക്കോ, അള്ളാഹു ഞങ്ങളെ സഹായിക്കുമെന്ന് പറയാൻ ആ മഹദിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തവക്കൽ എത്രമാത്രമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്, സംസം കുടിച്ചു കഴിഞ്ഞാൽ സംസമിന് വലിയ ബർക്കത്തുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, മാ ഉ സംസം ലിമാ ശുരിബ ലഹു. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, സംസം രോഗത്തിന് ശിഫയാണ്. പക്ഷേ പണ്ടൊക്കെ സംസം നമുക്ക് കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ആരെങ്കിലുമൊക്കെ ഹജ്ജിന് പോയി വന്നാൽ ഒരു ഗ്ലാസ്സിൽ ഒരൽപ്പം തരും. എന്നിട്ട് അതിൽ നിന്ന് സ്പൂണിലൊക്കെയാണ് ഉമ്മ നമുക്കിങ്ങനെ കോരിത്തരാറ്. പക്ഷെ ഇന്ന് ടിന്നിങ്ങനെ കൊണ്ടുവരാണ് നമ്മൾ, 5 ലിറ്ററിൻ്റെയും 10 ലിറ്ററിൻ്റെയും. എത്ര കുടിച്ചിട്ടോ അസുഖം മാറുന്നില്ല. നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എന്തേ കാരണം എന്നറിയോ? സംസം വന്നത് ഹാജറിൽ നിന്നാണ്, ഹാജറിൻ്റെ കണ്ണുനീരിൽ നിന്നാണ്. സംസം വന്നത് ഇബ്രാഹിം നബിയുടെ തവക്കുലിൽ നിന്നാണ്. സംസം വന്നത് ഇസ്മായിലിൽ നിന്നാണ്. ആ ആദർശ കുടുംബത്തിൽ നിന്നാണ് സംസം വന്നത്. അവരുടെ തഖ്വയും തവക്കുലും യഖീനും ഈമാനും, ഇതാണ് സംസം. നമ്മളിങ്ങനെ എന്തെങ്കിലും മാറാൻ വേണ്ടി അതിന് ബർക്കത്തില്ല എന്നല്ല കേട്ടോ, അത് കുടിച്ചാൽ കൂലിയില്ല എന്നല്ല. പക്ഷേ പലപ്പോഴും നമുക്കതിൻ്റെ ഫലം കിട്ടാത്തതിൻ്റെ കാരണം എന്താ? ആ ഒരു ഈമാനും യഖീനും തവക്കുലും തഖ്വയും എത്തിയിട്ടില്ല എന്നതാണ് കാരണം. അങ്ങനെ ജീവിക്കുകയാണ് ഇസ്മായിലും ഹാജറ ബീവിയും. അവിടെ ചരിത്രം ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവിടെയാണ് സംസം വരുന്നത്. സംസം വന്നതിന് ശേഷം അവിടേക്ക് ആളുകൾ കടന്നു വരുന്നുണ്ട്. ഒരു യാത്രാ സംഘം നടന്നു പോകുന്നു. അവർക്ക് വെള്ളം വേണം. ആ വെള്ളം ആവശ്യമായ സമയത്ത് അവരിങ്ങനെ നോക്കുമ്പോൾ മേലുണ്ട് പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. അവരുടെ കൂടെയുള്ള ഒരാളെ പറഞ്ഞു വിട്ടു. അവർക്ക് മനസ്സിലായി ആ പക്ഷികൾ അങ്ങനെ റളീതു ബില്ലാഹ്, അള്ളാഹുവിൽ ഞാൻ സംതൃപ്തയാണ്. ആലോചിച്ച് നോക്കൂ, ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്ന ഇണയാണത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, റബ്ബന ഹബ് ലനാ, വീണ്ടും ആവർത്തിക്കാണ്. എന്താണ് ആ കൺകുളിർമ? ഇണയിലുള്ള കൺകുളിർമ ഇതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഇണയുണ്ടെങ്കിൽ, പടച്ച റബ്ബിൻ്റെ മാർഗത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഇണയുണ്ടെങ്കിൽ, അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, വസൗജതൻ മുഅ്മിനതൻ തുഈനു ബിഅംരിൽ ആഖിറ. ഇതെപ്പോഴാണ് പറഞ്ഞെന്നറിയോ? സ്വർണവും വെള്ളിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂട്ടിവെക്കുന്നവരെ പരലോകത്ത് വലിയ ശിക്ഷയുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ സകാത്ത് നൽകാതെ എന്ന് പറയുമ്പോൾ
അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മുന്നിലേക്ക് ആ സ്വർണവും വെള്ളിയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് സ്വഹാബത്ത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങളിതാ ഞങ്ങളുടെ സ്വർണവും വെള്ളി അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ തരാം, പക്ഷേ പരലോകത്ത് ഞങ്ങൾക്ക് കൂടുതൽ ലാഭം ലഭിക്കുന്ന എന്തെങ്കിലും ദുനിയാവിലെ സമ്പാദ്യത്തെക്കുറിച്ച് താങ്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്താണ്, വസൗജത്തൻ മുഅ്മിനത്തൻ തുഈനു ബി അംറിൽ ആഖിറ, പരലോകത്തിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്നൊരു ഇണ, അത് ഭാര്യയാവാം ഭർത്താവാകാം, അള്ളാഹിൻ്റെ മാർഗ്ഗം. അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ അവിടെയാണ്. കേവലം ദുനിയാവിലെ എന്തെങ്കിലും ഭൗതികമായ വിഷയങ്ങളിൽ മാത്രം സ്നേഹിക്കുന്ന, അത് കിട്ടാനും ലഭിക്കാനും കൊടുക്കാനും മാത്രം സ്നേഹിക്കുന്ന സ്നേഹത്തെ ഇസ്ലാം യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നില്ല. മറിച്ച് പരലോകത്തിനു വേണ്ടി സ്നേഹിക്കുന്ന, അതാണ് ഒരു മനുഷ്യൻ്റെ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മറ്റൊരിക്കൽ പറഞ്ഞില്ലേ, അദ്ദുനിയാ മത്താ വഖൈറു മത്താഇ ദുനിയാ അൽ മർഅത്തു സ്വാലിഹ. ദുനിയാവ് മുഴുവൻ സുഖാസ്വാദനങ്ങളാണ്, സമ്പാദ്യങ്ങളാണ്, വിഭവങ്ങളാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ വിഭവ സമൃദ്ധമാണ്. എന്നാൽ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യം, ഏറ്റവും വലിയ വിഭവമെന്ന് പറഞ്ഞാൽ അൽ മർഅത്തു സ്വാലിഹ. സ്വാലിഹ അത് ഭയങ്കര വിഷയമാണ് സഹോദരങ്ങളെ, നിസ്സാരകാരില്ല. ചില ആളുകൾ പറയല്ലോ, എന്തുണ്ടായിട്ടെന്താ, വീട്ടിൽ ചെന്നൊരു സ്വസ്ഥതയില്ല. എന്തേ സ്വസ്ഥത ഇല്ലാത്തത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടായപ്പോൾ ഓടിപ്പോയത് പീഡികത്തിണ്ണയിലേക്കല്ല, മാർക്കറ്റിലേക്കല്ല, കൂട്ടുകാരിലേക്കല്ല, ഓടി വന്നത് അവിടുത്തെ പ്രിയപ്പെട്ട ഖദീജൻ്റെ അടുത്തേക്കാണ്. അവിടെ നിന്നൊരു പരിഹാരം, ഒരു സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടുമെന്നവർക്കറിയാം, മുഹമ്മദ് നബിക്കറിയാം. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പോയി ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് ശത്രുക്കൾ തടയുകയും നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, അടുത്ത വർഷം വന്നോ എന്ന് പറഞ്ഞ് കരാറിൽ ഒപ്പുവെക്കുകയും അവസാനം ഒരു വേള അല്ലാഹുവിൻ്റെ പ്രവാചകൻ തഹല്ലുലാകാൻ ആവശ്യപ്പെട്ടപ്പോൾ സ്വഹാബത്ത് തഹല്ലുലാകാതെ മാറിപ്പോയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി കരഞ്ഞു എന്ന് സങ്കടപ്പെട്ടുവെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കാത്ത സ്വഹാബത്തോ. ആ സമയത്ത് റസൂലുള്ളാഹിക്ക് ആശ്വാസം പകരുന്നത് പ്രിയപ്പെട്ട ഉമ്മു സലമയാണ് റളിയല്ലാഹു അൻഹ. ഒന്ന് പറയുന്നില്ല, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, താങ്കൾ വിഷമിക്കണ്ട, അവർക്ക് തഹല്ലുലാകാൻ കഴിയാഞ്ഞിട്ടാണ്, അവർക്ക് ഹജ്ജ് ചെയ്യാനുള്ള അത്രക്കും പൂതി കൊണ്ടാണ്. പക്ഷേ താങ്കളൊന്ന് തഹല്ലുലായാൽ താങ്കളെ പിൻപറ്റി അവരും തഹല്ലുലാകും. തഹല്ലുലായില്ലേ അവരൊക്കെ? ഏത് പ്രശ്നത്തിലും പരിഹാരം കാണാൻ, കൂടെയിരിക്കാൻ, സംസാരിക്കാൻ, തമാശകൾ പറയാൻ, പരലോകത്തിനു വേണ്ടി സഹായിക്കാൻ, അങ്ങനെ ഒരു ഇണയുണ്ടെങ്കിൽ അതേറ്റവും വലിയ ഭാഗ്യമാണ്, സൗഭാഗ്യമാണെന്ന് ഇബ്രാഹിം നബിയുടെ കുടുംബം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരാദർശമുള്ള മകൻ്റെ ചരിത്രവും ഇസ്മായിൽ നബിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഖലീലുള്ളാഹ് അന്ന് മക്കയിൽ കൊണ്ടാക്കി തിരിച്ചുപോയി. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നത് മകനെ അറുക്കണമെന്ന് സ്വപ്നം കണ്ടിട്ടാണ്. അതിനുശേഷം ഇബ്രാഹിം നബി മക്കയിലേക്ക് വന്നിട്ടില്ല. അതിനിടയിൽ ഇബ്രാഹിം നബി മക്കയിലേക്ക് വന്നിട്ടില്ല. ആ മകൻ വാപ്പയെ കണ്ടിട്ടില്ല. അങ്ങനെ ചരിത്രം പറയുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു, തൻ്റെ മകൻ തൻ്റെ മുന്നിൽ കിടക്കുന്നു, ഞാൻ കത്തിക്കൊണ്ട് അറുക്കുന്നു. ഞെട്ടി ഉണർന്നു ഇബ്രാഹിം നബി. വീണ്ടും വീണ്ടും ഈ സ്വപ്നം കണ്ടപ്പോൾ ഉറപ്പായി അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. വീണ്ടും പോകുന്നു മക്കയിലേക്ക്. ആ മക്കയിൽ ഹാജറും ഇസ്മായിലും താമസിക്കുന്ന ചെറിയ വീടിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നു. കണ്ടപ്പോഴേക്കും ഇസ്മായിലിന് മനസ്സിലായി തൻ്റെ വാപ്പയാണ്. ഓടിപ്പോയി ചേർത്ത് പിടിക്കുന്നു. മകനും വാപ്പയും കുറേ സംസാരിക്കുന്നു. ഹാജർ എന്ന ഉമ്മ അകത്തു പോയി ഭക്ഷണം റെഡിയാക്കി 3 പേരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം ഉമ്മയെ വിളിച്ചിട്ട് പറയുന്നു, ഹാജറിനെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ വന്നത് ഇന്ന കാര്യത്തിനാ. എന്തായിരിക്കണം? പക്ഷെ അവിടെ നിന്ന് കിട്ടിയ മറുപടി എന്താ? സങ്കടമുണ്ട്, വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ, അള്ളാഹുവല്ലേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് തന്നത്, അള്ളാഹു ചോദിച്ചതല്ലേ, അള്ളാഹുവിന് കൊടുക്കാം. ഇതാണൊരു ഭാര്യ. അള്ളാഹിൻ്റെ മാർഗത്തിലാണോ? എനിക്കൊരു പ്രശ്നവുമില്ല. അള്ളാഹുവിന് വേണ്ടിയാണോ? സഹിക്കാനും ത്യജിക്കാനും ബുദ്ധിമുട്ടാനും തയ്യാറാണ്. പറയാൻ കഴിയണം. ഹാജർ പറഞ്ഞു അത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മോനെ വിളിച്ചു. എന്നിട്ട് ഒരുങ്ങാൻ പറഞ്ഞു. ഈ ഉമ്മ, ഹാജർ ചെറിയ മോനാണല്ലോ, ഈ ഉമ്മ കുളിപ്പിക്കുന്നു, വസ്ത്രമിടിക്കുന്നു, എന്നിട്ട് കൊണ്ടുപോകുന്നു. പോകുന്ന വഴിക്ക് ഉമ്മ കരയുന്നുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ട്. ഈ രംഗം കണ്ട് സഹിക്കാൻ കഴിയാത്ത ഇബ്ലീസ് ആദ്യം പോകുന്നത് ഹാജറിൻ്റെ അടുത്തേക്കാണ്.
ഉമ്മയുടെ മനസ്സിനെ പിടിച്ചാൽ തടയാൻ കഴിയുമെന്ന് ഇബ്ലീസിനറിയാം. പോയി ഉമ്മാനോട് പലതും പറഞ്ഞു നോക്കി, ഉമ്മ വീണില്ല, പോ ആട്ടിപ്പായിച്ചു. പിന്നാലെ പോയി ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക്. അപ്പോഴേക്കും ഇബ്രാഹിം നബി ജംറത്തുൽ അഖബയിലെത്തിയിരുന്നു. അഖബ എന്ന സ്ഥലത്ത് ജംറത്തുൽ അഖബയിലെത്തിയിരുന്നു. ജംറത്ത് പിന്നെയാണ് അവിടെ വരുന്നത്. ജംറത്തുൽ അഖബയിലെത്തിയിരുന്നു. അവിടെ എത്തിയപ്പോൾ ഇബ്രാഹിം നബിയെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. ഇബ്രാഹിം നബി ആട്ടിപ്പായിച്ചു. കുറച്ചും കൂടെ നടന്നു. അവിടെയാണ് ജംറത്തുൽ ഉസ്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ നിന്നും പിന്നെയും വന്നു, അവിടെ നിന്നും ആട്ടിപ്പായിച്ചു. കുറച്ചും കൂടെ നടന്നപ്പോൾ ജംറത്തുൽ ഊലയിലെത്തി. അപ്പോഴും ഇബ്ലീസ് വന്നു, അതിശക്തമായി ആട്ടിപ്പായിച്ചു. പിന്നെ ഇബ്ലീസ് പോയത് മകൻ്റെ അടുത്തേക്കാണ്. നിന്നെവിടേക്കാ കൊണ്ടുപോകണമെന്നറിയോ? നിന്നറുക്കാനാ എന്ന് പറഞ്ഞാൽ പിന്മാറ്റാൻ പരമാവധി ശ്രമിച്ചു ഇബ്ലീസ്. പക്ഷേ ആ മോൻ പറഞ്ഞു, എൻ്റെ വാപ്പ പറഞ്ഞിട്ടാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. അതാണ് മോൻ്റെ മറുപടി. വാപ്പ നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടത്, യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഈ വാചകം മാത്രം മതി ഇസ്ലാം സമ്പൂർണ്ണമാണെന്ന് പറയാൻ. തൗഹീദും ആഖിറത്തും റിസാലത്തും കലർന്ന മറുപടി. അള്ളാഹു പറഞ്ഞിട്ടാണോ? അള്ളാഹുവിനനുസരിക്കാൻ തയ്യാറാണ്. തൗഹീദാണ്. ഉപ്പ നിങ്ങൾ പ്രവാചകനാണെന്ന് എനിക്കറിയാം. ആ പ്രവാചകത്വം അംഗീകരിക്കുന്ന റിസാലത്താണ്. നാളെ പരലോകത്ത് വെച്ച് കാണാം. ആഖിറത്ത് അംഗീകരിക്കുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം എന്ന പ്രവാചകൻ അന്ന് മുലപ്പാല് കുടിക്കുന്ന സമയത്ത് മക്കയിൽ കൊണ്ടുവന്നാക്കി തിരിച്ചു പോയിട്ട് ഇന്ന് വരെ ആ മോനെ കണ്ടിട്ടില്ല. ഈ മോനെ ആരാണ് തൗഹീദും റിസാലത്തും ആഖിറത്തും പഠിപ്പിച്ചത്? ആരാ പഠിപ്പിച്ചിട്ടുണ്ടാവുക? ഉമ്മ എന്ന ഹാജർ. അതുകൊണ്ടാണ് കവികൾ പറയുന്നത്, അല്ലുമ്മ മദ്റസത്തുൻ നിസാ അഅദത്തഹാ അഅദത്ത ശഅബൻ ത്വയ്യിബൽ അറാഖി. ഉമ്മ എന്ന് പറഞ്ഞാൽ അതാണ് മക്കളുടെ ആദ്യത്തെ കലാലയം. ഉമ്മയുടെ മടിത്തട്ടാണ്. ആ മടിത്തട്ടിൽ നിന്ന് നല്ല രൂപത്തിൽ വളർന്നു വരുന്ന മക്കൾ ഏറ്റവും നല്ല മക്കളായി, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പരലോകബോധമുള്ള മക്കളായി മാറും. സംശയമില്ല. ഉമ്മയുടെ താരാട്ട് ലാ ഇലാഹ ഇല്ലല്ലയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ആ താരാട്ടിലൂടെ അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദർശമുള്ള മകൻ, ഉപ്പ നിങ്ങൾ എന്താണോ പറഞ്ഞത്, ചരിത്രം ഞാൻ ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്കറിയാലോ. പകരം ഒരാടിനെ ബലിയെറുക്കാൻ കൊടുത്തു. അവിടെ നിന്ന് ഉളുഹിയത്തുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഇതാണ് ഒരു ആദർശ കുടുംബം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന് സമർപ്പിക്കുന്ന, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിമും അങ്ങനെ തന്നെ, ഹാജറും അങ്ങനെ തന്നെ, ഇസ്മായിലും അങ്ങനെ തന്നെ. ഇതാണ് കൺകുളിർമ നൽകുന്നൊരു കുടുംബം. ആദർശമുണ്ടോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടോ? ഇസ്ലാമുണ്ടോ? ഖുർആൻ പഠിച്ച മക്കളാണോ? എങ്കിൽ നമ്മൾ പേടിക്കേണ്ടതില്ല. ഖുർആൻ പഠിച്ച ഭാര്യയാണോ? നമ്മൾ പേടിക്കേണ്ടതില്ല. ഖുർആൻ പഠിച്ച ഭർത്താവാണോ? പേടിക്കേണ്ടതില്ല. ആ വാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും നല്ല സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. ഇബ്രാഹിമി ജീവിതം, ഇബ്രാഹിമി കുടുംബം സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിച്ചതാണ്. അതിൽ നിന്നാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ഇസ്മായിൽ പരമ്പരയിൽപ്പെട്ടയാളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായും ഇബ്രാഹിം നബിയുടെ ചരിത്രം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ പിൻപറ്റേണ്ടതും ആ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടതും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആദർശം അനുസരിച്ച് ജീവിതത്തിൽ ഉൾക്കൊണ്ട് പകർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.